റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന് നീക്കം. ദിവ്യയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് പുനഃപരിശോധിക്കും. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുക. വിജിലൻസ് മേധാവിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടി. നടപടിക്രമങ്ങളിൽ വീഴ്ചയെന്ന മുൻ റിപ്പോർട്ട് ആയുധമാക്കും. ഹരിമോഹനുണ്ട്, ടി വി പ്രസാദ് ഉണ്ട്. ആദ്യം ഹരിയിലേക്ക്. ഹരി, ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ആദ്യം ഹരിയിലേക്ക്. ഹരി, ഇതൊരു KSU നേതാവ് കൊടുത്ത പരാതിയിലാണ് ഈ അന്വേഷണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വട്ടം വിജിലൻസ് അന്വേഷിച്ചു പോയതാണ്, അത് ക്ലീൻ ചിറ്റ് കൊടുത്തതാണ്. ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കിയിട്ടുണ്ടോ, അതല്ല ഭരണം മാറിയപ്പോൾ വരുന്നൊരു വിജിലൻസ് അന്വേഷണം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, ഗുഡ് മോർണിംഗ്. അന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷമ്മാസ് നൽകിയിട്ടുള്ള പരാതിയിൽ നടന്നത് വേരിഫിക്കേഷൻ മാത്രമാണ്. അതായത് സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ, അതായത് ഈ പരാതിക്കാരൻ നൽകിയിട്ടുള്ള രേഖകളുടെ വേരിഫിക്കേഷൻ മാത്രമാണ് അന്ന് നടന്നത്. അന്നൊരു പ്രാഥമിക അന്വേഷണം നടന്നിരുന്നില്ല. ആ വേരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം ജനുവരി മാസം 21-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നിലപാട് അറിയിച്ചത്. അതായത് പി ദിവ്യക്കെതിരെ നിലവിൽ യാതൊരു തെളിവുകളും പരാതിക്കാരന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഒപ്പം ഈ പരാതിയിൽ ഉന്നയിക്കുന്ന ബിനാമി കമ്പനി എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ നിലവിൽ കഴമ്പ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ വഴിവിട്ട ഒരു സഹായവും ആർക്കും പി ദിവ്യ ചെയ്ത് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് മുൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ ലത്തീഫിനെതിരെ ഒരു അന്വേഷണം നടത്തണം. ആ അന്വേഷണം മാത്രമാണ് നിലനിൽക്കുന്നത്. അത് പക്ഷേ സംസ്ഥാന വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തേണ്ട ആവശ്യമില്ല, തദ്ദേശ വകുപ്പ് മാത്രം നടത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പി ദിവ്യക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ആ പരാതി തദ്ദേശ വകുപ്പിന് കൈമാറുകയും മാത്രമാണ് അന്ന് സംസ്ഥാന സർക്കാർ ചെയ്തത്. അതായത് പൂർണ്ണമായിട്ടും പി ദിവ്യക്കെതിരെ അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് തന്നെ LDF സർക്കാർ സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായതോടുകൂടി അന്നത്തെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം അടക്കമുള്ള നടപടികളിലേക്ക് വിജിലൻസിന് കടക്കാം എന്നുള്ള കൃത്യമായ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള നീക്കത്തിലേക്കാണ് ആഭ്യന്തര വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാതിക്കാരൻ തന്നെ ആഭ്യന്തര മന്ത്രിയെ കണ്ടിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവശങ്ങൾ ആഭ്യന്തര വകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരിക്കൽ ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞാൽ അതിന് എങ്ങനെയായിരിക്കണം തുടർ നടപടി. അതിന് കാരണം ഈ ഹൈക്കോടതി നിലപാട് അറിയിച്ചത് കൊണ്ട് തന്നെ അതിന് ഇനി കൂടുതൽ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ അതിന് സാധ്യതയുണ്ട്. അതിൽ പുനരന്വേഷണം നടത്താൻ സാധിക്കും. അതിൽ പ്രാഥമിക അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്ത് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പി ദിവ്യക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഒപ്പം തന്നെ ബിനാമി ഇടപാടുകൾ എന്നുള്ള പരാതി, ആ പരാതിന്മേൽ വിജിലൻസിന്റെ അന്വേഷണം ഉടനടി തന്നെ തീരുമാനിക്കാനുള്ള നീക്കത്തിലേക്കാണ് ആഭ്യന്തര വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കിപ്പം ടി വി പ്രസാദ് കൂടെയുണ്ട്. ടി വി പ്രസാദ്, ആദ്യഘട്ടത്തിൽ ഈ വിജിലൻസ് വെരിഫിക്കേഷൻ വരുമ്പോൾ പി ദിവ്യ എടുത്ത നിലപാട് അത്തരത്തിലൊരു തെളിവിന്റെ കണിക പോലും ഇല്ല എന്നുള്ളതാണ്. വെല്ലുവിളിക്കുക കൂടി ചെയ്തു. മാത്രമല്ല നിയമപരമായ നടപടി, തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ പി ദിവ്യ സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു വിജിലൻസ് അന്വേഷണം വരുന്നത്. ആദ്യം ക്ലീൻ ചിറ്റ് പ്രാഥമിക പരിശോധനയിൽ കൊടുത്തു. പക്ഷേ ആ പരാതിയിൽ ഗൗരവമുണ്ട് എന്ന് കണ്ടിട്ടാണോ ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണത്തിന് വിജിലൻസ് ഒരുങ്ങുന്നത്? അരുൺ, ഇതിനെ രാഷ്ട്രീയമായി വേണം വിലയിരുത്താൻ. നമുക്കറിയാവുന്നതുപോലെ LDF സർക്കാരായിരുന്നു ഈ സമയങ്ങളിലെല്ലാം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് മുഹമ്മദ് ഷമ്മാസ് ഉയർത്തിയ പരാതിയാണ്. റിപ്പോർട്ടർ ആ സമയത്ത് തെളിവുകൾ സഹിതം ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അരുൺ, നമുക്കറിയാവുന്ന പോലെ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അന്ന് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പി ദിവ്യയുടെ അടുത്ത സുഹൃത്തിന്റെ പേരിലുള്ള ഒരു ബിനാമി കമ്പനിയായിരുന്നു നിർമ്മിതി കേന്ദ്രയെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്ന് പ്രത്യേകിച്ച് ഒരു മുൻപരിചയവുമില്ലാത്ത കമ്പനിക്ക് ഏതാണ്ട് 12 കോടിയിലധികം രൂപ വരുന്ന വർക്കുകൾ, ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന വർക്കുകൾ കൊടുത്തിരുന്നത് എന്ന വിവരം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഷമ്മാസ് അത് ബിനാമി കമ്പനിയാണ് എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നതും പിന്നീട് വിജിലൻസിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ആ വിജിലൻസിന്റെ പരാതി യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ പരിശോധന നടത്തിയില്ല എന്നുള്ളതാണ് പ്രധാനമായും അന്ന് ഷമ്മാസ് ഉന്നയിച്ചത്. അതാണിപ്പോൾ ഭരണമാറ്റത്തിന് ശേഷം ശക്തമായി പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്നുയർന്ന ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു, ദുരൂഹതകളുണ്ടായിരുന്നു. അത് പുറത്തു വരാൻ ഉതകുന്ന ഒരു അന്വേഷണം അന്ന് നടന്നില്ല എന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭരണമാറ്റം അതിനൊരു കാരണം തന്നെയാണ്. ഉറപ്പായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. മാത്രമല്ല അരുണ, കമ്പനിയുമായി ബന്ധപ്പെട്ടത് കൂടാതെ ചിലയിടങ്ങളിൽ ധാരാളം ഭൂമി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണവും അന്ന് ഷമ്മാസ് ഉയർത്തിയിരുന്നു. അത് രേഖകൾ സഹിതമാണ് അന്ന് പരാതി കൊടുക്കുകയും ചെയ്തത്. ഓക്കെ, താങ്ക് യു. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ടി വി പ്രസാദ്. താങ്ക് യു ഹരി.